ഹലോ എവരിബഡി, സുനിൽസ് ലേണിംഗ് വെഞ്ചർ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഓൺലൈൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രോപ്പർട്ടി ലിങ്കിങ് വരെ ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത സെക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി പ്രോപ്പർട്ടി ലിങ്ക് ലാസ്റ്റിൽ ക്ലെയിംമെൻറ്റ് ലിങ്ക് കഴിഞ്ഞിട്ട് താഴത്തൊരു ബട്ടൺ ഉണ്ട്, നെക്സ്റ്റ് എന്നുള്ളത്. ആ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിൽ പോണത് എൻക്ലോഷറാണ്. എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാരത്തിൻ്റെ ഒപ്പം രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഫോമുകളും എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മൾ സ്കെച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ സർവേ മാപ്പ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ വെക്കേണ്ടത് ഫോം 1B എന്ന് പറഞ്ഞ ഒരു ഫോം വെക്കണം. പിന്നെ TRR ഫോം വെക്കണം. പിന്നെ അണ്ടർ വാല്യൂഷനുള്ള ഫോം വെക്കണം. പിന്നെ ഫോം 58 എന്ന് പറഞ്ഞ ഒരു ഫോം വെക്കണം. അതുപോലെ കോപ്പി ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ പാൻ കാർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോം 60 എന്ന് പറഞ്ഞാൽ അതും ക്ലിക്ക് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കാണിക്കും എൻക്ലോഷർ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ താഴെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഡിലീറ്റഡ് ആയി പൊക്കോളും. എൻക്ലോഷർ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ എൻക്ലോസ് ചെയ്യണമെന്നുള്ളത് അതൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്നത് ആകുമ്പോൾ നമ്മൾക്ക് ഇവിടെ സെക്ഷൻ പറയുന്നത് അറ്റസ്റ്റേഷൻ വിറ്റ്നസ്സാണ്. അതായത് നമ്മൾ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 2 വിറ്റ്നസ്സുകൾ നമ്മൾ വെക്കണം. വിറ്റ്നസ് വയ്ക്കുമ്പോൾ നമ്മൾ അവരുടെ പേര്, അവരുടെ ജെൻഡർ, അവരുടെ റിലേഷൻ ടൈപ്പ്, റിലേറ്റീവിൻ്റെ പേര്, അഡ്രസ്സ്, പിന്നെ ഒക്യുപ്പേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 വിറ്റ്നസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആധാരത്തിൽ 2 വിറ്റ്നസ് വയ്ക്കും. ആ 2 വിറ്റ്നസ്സും ഇവിടെ കൊടുക്കണം. പേര് കൊടുക്കുക, ഇവിടെ വിറ്റ്നസ് നെയിം പേര് കൊടുക്കുക, അവിടെ ജെൻഡർ കൊടുക്കുക, റിലേഷൻ ടൈപ്പ് സൺ ഓഫ്, അങ്ങനെ ഉള്ള സൺ ഓഫ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫാദേഴ്സിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഹൗസ് നെയിം കൊടുക്കുക, വില്ലേജ് കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, ജോലി കൊടുക്കുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഒരെണ്ണം കൂടിയും കൊടുക്കുക. അങ്ങനെ 2 എണ്ണം കൊടുക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. മെയിൽ ക്ലിക്ക് ചെയ്യുക, സൺ ഓഫ് ക്ലിക്ക് ചെയ്യുക, വീട്ടുപേര് കൊടുക്കുക, ജോലി കൊടുക്കുക. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കണം. വിറ്റ്നസ് ഡേറ്റ് സേവ് സക്സസ്ഫുള്ളി, ഓക്കെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്തത് കൊടുക്കുക. അപ്പോൾ ആ പേജിലേക്ക് തന്നെ വരും. വീണ്ടും അടുത്തത് കൊടുക്കുക. സൺ ഓഫ് കൊടുക്കുക, റിലേഷൻ നെയിം കൊടുക്കുക, ഹൗസ് നെയിം കൊടുക്കുക, വില്ലേജ് കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, ഒക്യുപ്പേഷൻ കൊടുക്കുക. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 വിറ്റ്നസ്സായി. ഇനി അപ്പോൾ അറ്റസ്റ്റേഷൻ വിറ്റ്നസ് അതാണ്. ആധാരത്തിലുള്ള വിറ്റ്നസ് ഏതാണ് കൊടുത്തെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഐഡൻറ്റിഫയിങ് വിറ്റ്നസ് കൊടുക്കണം. ഐഡൻറ്റിഫയിങ് വിറ്റ്നസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ഓഫീസിലും ഇതുപോലെ 2 വിറ്റ്നസ് വേണം. അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ബാക്കിൽ എഴുതാനായിട്ട് 2 വിറ്റ്നസ് കൊടുക്കണം. അതൊന്നെങ്കിൽ ഈ അറ്റസ്റ്റേഷൻ വിറ്റ്നസ് ആവാം, അല്ലെങ്കിൽ വേറെ 2 പേരാവാം. മനസ്സിലായോ? അപ്പം ആ 2 വിറ്റ്നസിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കുക. എല്ലാം അതുപോലെ തന്നെ പേരും റിലേഷനും അഡ്രസ്സും അതൊക്കെ കൊടുത്ത ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 2 എണ്ണം കൊടുക്കുക. ഹൗസ് നെയിം, വില്ലേജ്, പ്ലേസ്, ഒക്യുപ്പേഷൻ. എന്നിട്ട് സേവ് കൊടുക്കുക. വിറ്റ്നസ് ഡീറ്റെയിൽസ് സേവ് സക്സസ്ഫുള്ളി, ഓക്കെ കൊടുക്കുക. അപ്പോൾ വിറ്റ്നസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോട്ട് ക്ലിക്ക് ചെയ്യുക. നോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും നോട്ട് കൊടുക്കുക. ഇപ്പോൾ സെയിൽ ഡീഡാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽ ഡീഡ് എന്ന് കൊടുക്കുക. പാർട്ടീഷൻ ഡീഡാണ് ചെയ്യണമെങ്കിൽ പാർട്ടീഷൻ ഡീഡ് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഒരു നോട്ട് വെറുതെ കൊടുക്കാനായിട്ട്. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. ഇത്രയുമാണ് നമ്മുടെ ഓൺലൈൻ പ്രോസസ്സ്. ഇവിടെ കംപ്ലീറ്റ് ഇപ്പം എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാം കൊടുത്തു കഴിഞ്ഞു. എല്ലാം ഗ്രീൻ കളറിലാണ്. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വെരിഫിക്കേഷന് കൊടുക്കണം. സെൽഫ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ അത് കൊടുക്കാനായിട്ട് സെൽഫ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത സെക്ഷനിൽ ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എൻ്റർ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസിലാണ് നമ്മൾ ഈ 12 എണ്ണം സെക്ഷൻ നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് സെൽഫ് വെരിഫിക്കേഷൻ സെക്ഷനാണ്. ആ സെൽഫ് വെരിഫിക്കേഷൻ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം.
എല്ലാം ഒന്ന് ഓടിച്ച് നോക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്ക് ടു എഡിറ്റ് ഡീറ്റെയിൽസ് ബാക്ക് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. നമുക്ക് ബാക്ക് കൊടുത്താൽ നമ്മൾ പഴയ സ്ക്രീനിലേക്ക് പോകും. നമുക്ക് ഏത് സെക്ഷനിലാണോ കറക്ഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. വൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്ഷനും നമുക്ക് നടക്കില്ല, മനസ്സിലായ? അപ്പോൾ എല്ലാം നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഓൾ ദ ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് അബവ് ആർ വെരിഫൈഡ് വിത്ത് ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. നമ്മൾ ഡോക്യുമെൻ്റായിട്ട് നോക്കി എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിവിടെ ടിക്ക് ഇട്ടിട്ട് വെരിഫൈഡ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ചെയ്തു, ഇനി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡു യു വാണ്ട് ടു പ്രൊസീഡ് എന്ന് നോക്കുമ്പോൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറയും, ഓക്കെ കൊടുക്കുക. ഇനി അടുത്ത സെക്ഷൻ എന്നുള്ളത് ആപ്ലിക്കേഷൻ സബ്മിഷൻ ടു എസ് ആർ ഒയിലേക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യലാണ്. അവിടെ നമുക്ക് എത്ര നമ്മൾ ഡോക്യുമെൻറ്റിൽ ഒരു വില വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുകയും ചെയ്തു. ആ വില വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മൾ എത്ര സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം, എത്ര രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം, വേറെ എന്തിനൊക്കെ ഫീസ് ഉണ്ട്, അതൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിഷൻ ടു SRO ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ വില ഇവിടെ കാണിക്കും. എന്നിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ ടൈപ്പ് ഇവിടെ കാണാം. സെയിൽ ഡീഡ് ഫ്ലാറ്റ് ആണ് നമ്മൾ കൊടുത്തത്. ഡോക്യുമെൻ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിസ്റ്റം ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്യും, അതിവിടെ കാണിക്കും. എന്നിട്ട് നമുക്കുള്ള ഫീസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിടും. ഇവിടെ വേണ്ടത് സെയിൽ ഡീഡിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന വില വെച്ചിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്. അൺവാലിഡ് എഗ്രിമെൻറ്റിനുള്ള 200 രൂപയുണ്ട്. അങ്ങനെ ടോട്ടൽ ഇവിടെ നമുക്ക് ഫീസ് സ്റ്റാമ്പ് ഡ്യൂട്ടി കാണിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഫീസ് ഉണ്ട്. അത് രജിസ്ട്രേഷൻ ഫീസ് 2% രജിസ്ട്രേഷൻ ഫീസ് ഇവിടെ കാണിക്കും. നമ്മുടെ ഷീറ്റിനുള്ള ഫീസ് ഇവിടെ കാണിക്കും. അൺവാലിഡ് എഗ്രിമെൻറ്റിൻ്റെ ഫീസ് ഇവിടെ കാണിക്കും. പിന്നെ പ്രോപ്പർട്ടി ട്രാൻസ്ഫറിനുള്ള ഫീസ് ഇവിടെ കാണിക്കും. ടോട്ടൽ എമൗണ്ടും ഇവിടെ കാണിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാം, മനസ്സിലായോ? അങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ചലാനുകളൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെ ഫീസ് അടയ്ക്കണം, എങ്ങനെ ചലാൻ എടുക്കണം എന്നുള്ളതൊക്കെ. ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.